ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജൂലൈ 3 ആണ്. നമ്മുടെ ആമുമോളുടെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്തില്ല ഈ ബർത്ത്ഡേ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ പെട്ടെന്നൊരു 1 ഡേക്കുള്ളിൽ സെറ്റ് ചെയ്തൊരു കിഡ്ലൻ പ്ലാനാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാനിപ്പോ എവിടെയുള്ളത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ കണ്ടിട്ടോ എവിടെയോ? അങ്ങനെ നമ്മളിതാ വന്നിരിക്കും നമ്മുടെ വയനാട്ടിലേക്കാണ് കേട്ടോ. വയനാട്ടിൽ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഈ സ്ഥലത്തേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ചൂണ്ടയിൽ നിന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ഒരു റിസോർട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ആമു ബേബിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ്. നമുക്കത് ഓരോന്നോരോന്നായിട്ട് കണ്ടാലോ? നമ്മുടെ ഈ റിസോർട്ടിലെ പുറത്തെ കാഴ്ചകൾ ആദ്യം തന്നെ നമുക്ക് കണ്ടാലോ? അപ്പൊ റിസോർട്ടിലേക്ക് കയറി വരുമ്പോ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ നമ്മുടെ പൂൾ ഏരിയ ആണ് കേട്ടോ. കിഡ്സിനും അതുപോലെ തന്നെ അഡൽസിനും ഒക്കെ കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ്. പിന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് നമ്മുടെ ഈ റിസോർട്ട്. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഹട്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വ്യൂ പോയിന്റ്, ഇവിടെ നിന്ന് വ്യൂ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വൈകുന്നേരമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വെളുപ്പിനായപ്പോഴത്തേക്കും നമ്മുടെ റിസോർട്ടിലേക്ക് എത്തി. ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 12 മണിയാണ്. പക്ഷെ നമ്മൾ അതിന് മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒരുമിച്ച് ഒത്തുചേർന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു നമ്മുടെ വയനാടുള്ള ഇല്ലം എന്ന റിസോർട്ടിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവരുടെ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതുപോലെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടി ആയാലും ബുക്ക് ചെയ്യാം. ഞാൻ പറയാൻ വന്നു വെച്ചാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ കിഡിലൻ പ്രോപ്പർട്ടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന് വെളുപ്പിന് തന്നെ എത്തിയോണ്ട് തന്നെ ആ വെളുപ്പിൻ്റെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. റിസോർട്ടിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു റിസോർട്ടാണ്. എനിക്ക് ഫോട്ടോസിൽ കണ്ടപ്പോൾ മാത്രമല്ല നേരിട്ട് കണ്ടപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്കാ ട്രഡീഷണൽ എന്ന് പറയാം. കാരണം നമ്മളുടെ പണ്ടത്തെ കാര്യങ്ങളും അതുപോലെ എന്താ പറയുക, ഒരു ഇല്ലം, നമ്മുടെ റിസോർട്ടിൻ്റെ പേരും ഇല്ലം തന്നെയാണ്. കയറി വരുമ്പോൾ തന്നെ ഒരു പൂൾ ഏരിയ ആണ് കേട്ടോ. താഴെ നമുക്ക് കയറി വരുന്നോട് തന്നെ ഫിഷിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ചെറിയൊരു കുളം പോലെ സംഭവമുണ്ട്. ഇതാണ് നമ്മുടെ ഈ വീട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഫുള്ളായിട്ട് ഇതെടുക്കാം. ഏകദേശം 5 റൂമാണ് ഇതിലുള്ളത് കേട്ടോ. ഈ ഒരു പൂൾ വില്ലയും അതുപോലെ തന്നെ പിന്നെ എടുത്തേക്കുന്ന ഒരു ഹട്ടുമായിരുന്നു. ഹട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടേക്ക് കയറി വരുമ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങളിലൊക്കെ ചെമ്പ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. ചെടികൾ, പിന്നെ അതുപോലെ തന്നെ പഴയ പാത്രങ്ങൾ കുറേ നമുക്ക് കാണാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട്. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ നല്ല തണുപ്പും നല്ല രസമായിരുന്നു. ഈ വില്ല മൊത്തമായിട്ടാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ അത് കാരണം നമുക്ക് എന്തായാലും നല്ല രസമായിരിക്കും. വേറെ ഗസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ അവർ തന്നെയാണ് കുക്ക് ചെയ്ത് തരുന്നത്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളത്. നമുക്കിനി പുറത്തേക്ക് പോകാം കേട്ടോ. നമുക്കിനി ഒരു ഹട്ട് കണ്ടാലോ? അപ്പൊ നമ്മുടെ റിസോർട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് ഒരു അടിപൊളി ഹട്ട് ഉണ്ട്. നമുക്ക് മേളിലേക്ക് പോവാട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ മേളത്തെ ഹട്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ റിസോർട്ട് മൊത്തത്തിൽ കാണാം. പിന്നെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉള്ളേരിയയിലല്ല, ടൗണിനോട് ചേർന്ന് തന്നെ ഒരു അടിപൊളി റിസോർട്ടാണ്. ക്ലൈമറ്റും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വെള്ളച്ചാട്ടം മലയുടെ മേളിൽ നിന്ന് കാണാം. പിന്നെ അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങൾ, പിന്നെ കുറേ വീടുകളൊക്കെ ഉണ്ടോ. നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് ഏകദേശം ഒരു 20 കിലോമീറ്ററിലാണ് നമ്മുടെ ചൂരൽമല ഉള്ളത്, വയനാട്ടിൽ ദുരന്തം നടന്ന സ്ഥലം. അങ്ങനെ നമ്മൾ റിസോർട്ടിൻ്റെ മേളിൽ, അതായത് നമ്മുടെ ഹട്ടിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ താഴത്തേക്ക് കാണുന്നത്. നമ്മൾ വന്നു, ചെക്ക് ഇൻ ചെയ്തു, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ആ സമയത്താണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടോ. നമ്മൾ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹട്ടിന്റെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും പ്ലേ ചെയ്യാൻ പറ്റിയ ഏരിയ എന്ന് തന്നെ പറയാം. നല്ല അടിപൊളി 2 ഊഞ്ഞാലുണ്ട്. നല്ല ക്ലൈമറ്റിൽ ഇങ്ങനെ ഇരുന്ന് ആടാനായിട്ട് അടിപൊളിയാണ്. ചെറിയൊരു മഴ ഉള്ളത് കൊണ്ട് തന്നെ സൂപ്പറാണ് കേട്ടോ. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഷിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അവിടെ ഫിഷുകളൊക്കെ വളർത്തുന്നുണ്ട്. നമുക്ക് ഫിഷിംഗ് ഒക്കെ ചെയ്യാനായിട്ട് കുഞ്ഞു സ്പോട്ടാണ് കേട്ടോ അത്. പിന്നെ ഏതൊരു ട്രിപ്പ് വന്നാലും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് അതിലുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഹാപ്പി ആവും. നമ്മുടെ ആമൂസ് നമ്മൾ കൂടെ കൂടിയാൽ മാത്രമാണ് കളിക്കാനായിട്ട് പറ്റുള്ളൂ. വൈദവേ ആമൂസിനേക്കാളും വലിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി കുഞ്ഞി ക്യൂട്ടായിട്ടുള്ള ഒരു പാർക്കും കൂടി ഉണ്ട് കേട്ടോ അത്. നല്ലൊരു പ്ലേ ഏരിയ ആണ് കേട്ടോ കുട്ടികൾക്കുള്ളത്. ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതാണ് രാവിലത്തെ കാഴ്ചകൾ. നമുക്ക് റിസോർട്ടിന്റെ ഉള്ളിലേക്ക് പോയി കാഴ്ചകൾ ഉണ്ടാലോ? നമുക്കിവിടെ കിച്ചൺ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സെൽഫ് ആയിട്ട് കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫുഡ് വേണമെങ്കിൽ ഫുഡ് അവർ അറേഞ്ച് ചെയ്ത് തരും. അതാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ രാവിലെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്.
അതിന്റെ പിന്നെ ബാക്കി ഫുഡുകളെല്ലാം നമ്മൾ ഇവരോട് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആണ്, അല്ലാതെ ലഞ്ചിനും ഡിന്നറും പെയ്ഡ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കി തരും, അതെല്ലാം പെയ്ഡാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ, നെക്സ്റ്റ് ഡേയിൽ ബ്രേക്ക്ഫാസ്റ്റാണ് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കട്ടനെല്ലാം കുടിച്ചു കേട്ടോ. ഇനി നമുക്ക് മേളിൽ പോയിട്ട് മേളത്തെ കാഴ്ചകൾ കാണാം. ഇതാണ് റൂമുകൾ, താഴെ 5 റൂമാണുള്ളത്. പിന്നെ നമ്മുടെ കിച്ചൺ ഉണ്ട്, പിന്നെ ഒരു ഡൈനിങ് ഹാളുണ്ട്, പിന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. റൂമൊക്കെ അറ്റാച്ച്ഡ് ആണ്. ഇനി നമുക്കിത് മേളിലേക്ക് പോവാം കേട്ടോ. മേളിലേക്ക് പോകാനായിട്ട് നല്ല വുഡൻ്റെ ഒരു സ്റ്റെയർ കേസാണ്. ഇത് പഴയൊരു ഇല്ലാണ്, 1921 ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിനാ ഒരു പേര്, 1921 ഇല്ലം എന്നുള്ളത്. പിന്നെ ഇതാ ഒരു കിച്ചണാണുള്ളത്. ഫുഡൊക്കെ കുക്ക് ചെയ്യാനായിട്ട് അവർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ലഞ്ചും അതുപോലെ തന്നെ ഡിന്നറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഡൈനിങ് ഏരിയ ആണ്. മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ആണ്. ഇതാ വുഡൻ സ്റ്റെയർ കേസാണ് കേട്ടോ മേളിലേക്കുള്ളത്. മേളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ലിവിങ് ഏരിയ ഉണ്ട്, പിന്നെ ഒരു ഹാളുണ്ട്. നമുക്കിവിടെ സെലിബ്രേഷൻ, ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ എല്ലാം നമ്മൾ പൂൾ ഏരിയ ആണ് സെലക്ട് ചെയ്ത്. പിന്നെ ഇതാ ഇതൊരു വലിയ റൂമാണ് കേട്ടോ, AC റൂമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ബാത്റൂം അതുപോലെ തന്നെ സോഫ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു റൂമാണ്. അങ്ങനെ നമ്മൾ ഈ വില്ല മൊത്തത്തിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം 5 റൂമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്പേസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഓരോ ഏരിയയിൽ ഇങ്ങനത്തെ പാത്രങ്ങൾ അതുപോലെ തന്നെ പെട്ടികൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചു. ചപ്പാത്തിയും അതുപോലെ തന്നെ ഡക്ക് കറിയായിരുന്നു. അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇതാ പിന്നെ നമ്മൾ കുറച്ച് നേരം എല്ലാവരും വിചാരിച്ചു റെസ്റ്റൊക്കെ എടുക്കാമെന്ന്. ഇനി നമുക്കിത് അവിടെ നമ്മുടെ ലഞ്ച് റെഡിയാക്കണ കാണിച്ചു തരാം. നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ഇതാ പ്രിപ്പയർ ചെയ്യാണ്. അപ്പൊ നമുക്ക് കറികളൊക്കെ സെറ്റ് ആക്കി. ഉച്ചയ്ക്ക് നമുക്കൊരു അടിപൊളി സദ്യയാണ്. നമ്മുടെ ആമമോളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന് ഈ റിസോർട്ടിലാണ്, നിങ്ങൾ ഓൾറെഡി കണ്ടു. ഇതാ നമ്മൾ ഈ കാണുന്ന റിസോർട്ടിൽ എല്ലാ റൂമുകളും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ആന്റിയുടെ ഫാമിലി ഉണ്ടായിരുന്നു, ജോബിൻ ചാണ്ടന്റെ ഫാമിലി ഉണ്ടായിരുന്നു, എന്റെ ഫാമിലി ഉണ്ടായിരുന്നു. ഇനി എനിക്കും ജോബിൻ ചാണ്ടനും കൂടി ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഹട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബാൽക്കണിയാണ് കേട്ടോ. റൂമിനോട് ചേർന്ന് നല്ല രസമായിട്ടുള്ള ഒരു ബാൽക്കണി ഉണ്ട്. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ബാൽക്കണി വ്യൂ അടിപൊളിയാണ്, നല്ല രസമാണ് ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ ഞങ്ങളുടെ റൂമാണ് കേട്ടോ ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചായയൊക്കെ കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇത് ഒരെണ്ണേ ഉള്ളൂ, ബാക്കി നമ്മൾ കാണുന്ന പുറകിൽ കാണുന്ന ആ വില്ലയാണ് കേട്ടോ. പക്ഷെ അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 പേർക്കും കൂടി സൂപ്പർ റൂമാണ് കേട്ടോ അത്. ഇവിടുത്തെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ അതുപോലെ TVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. പിന്നെ അതിനിടയിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ എല്ലാവരും ഭയങ്കര കളിയിലും ചിരിയിലൊക്കെ ആയിരുന്നു. എല്ലാവരും ഊഞ്ഞാലാടലും, ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കളിക്കാനൊക്കെ പറ്റിയൊരു ഏരിയ ആണ്. സോ നമ്മളതെല്ലാം എൻജോയ് ചെയ്യാണ് കേട്ടോ. കാരണം ഇപ്പോൾ വെളുപ്പിനായി ഏകദേശം ഒരു 10 മണിയായപ്പോഴത്തേക്കും ക്ലൈമറ്റ് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. സോ അതേ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് ലഞ്ച് കഴിക്കുന്നേക്കാളും കുറച്ച് പരിപാടി നമ്മൾ ഉച്ചയ്ക്ക് ആവാറേ. അപ്പൊ അതിന് മുമ്പ് നമ്മൾ ലഞ്ച് കഴിക്കുന്നേക്കാളും നമുക്ക് എല്ലാവർക്കും ഒന്ന് പൂളിൽ ഇറങ്ങിയിട്ട് കുറച്ച് റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യാം. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പൂളിൽ ഇറങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാവരും വായ. അങ്ങനെ നമ്മൾ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചു. അതെടുത്ത് എല്ലാവരും പൂളിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അത്രയും തണുപ്പില്ല. നമ്മൾ മുമ്പ് വയനാട് വന്നപ്പോൾ ദൈവമേ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. ഞാൻ കുറേ തവണ വയനാട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വയനാട് വരുമ്പോൾ ആ ക്ലൈമറ്റ് അല്ല ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. മഴയൊക്കെ കുറവാണ്, തണുപ്പും കുറവാണ്. എന്നാലും നമ്മുടെ ഈ ഒരു ഇവിടെ നമ്മൾ പോയ ദിവസം അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഇപ്പോൾ നമ്മളെല്ലാവരും പൂളിലിറങ്ങി അടിപൊളിയായിരുന്നു. നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ റീൽസൊക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും റീൽസ് പോസ്റ്റ് ചെയ്യും. ബിൽഹ റേച്ചൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെയാണ്. ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും അപ്പോൾ അതിൽ ഞാൻ റീൽസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അത് എല്ലാവരും കൂടി പൂളിലേക്ക് ഇറങ്ങുകയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആമൂസിന് ഞാൻ റെയിൻ കോട്ട് ഇട്ട് കൊടുത്തു. ചെറിയൊരു മഴയുള്ളതുകൊണ്ട് തന്നെ റെയിൻ കോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ആമൂസിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. സോ ഞാനൊരു ട്രൈപോഡിൽ വീഡിയോ കണക്ട് ചെയ്തിട്ട് വെച്ചു. കാരണം പിന്നെ നമുക്ക് വീഡിയോ എടുക്കണേക്കാൾ നല്ലത് അതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വീഡിയോ മാത്രം ഷൂട്ടിങ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇടയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഞാനത് ട്രൈപോഡിൽ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളിത് ഫുള്ളായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. സോ നിങ്ങൾ കണ്ടിട്ട് വായോ കേട്ടോ.
പറഞ്ഞില്ലേ ലഞ്ച് നമുക്കൊരു നാടൻ ഊണായിരുന്നു, പിന്നെ ഫിഷ് ഫ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ എല്ലാവരും ഇരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ റിസോർട്ടിൽ നിൽക്കുമ്പോൾ ചില ഫുഡുകളൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷേ ഇത് നല്ല നല്ല നാടൻ ഫുഡായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇനി നമ്മളിതാ വൈകുന്നേരത്ത് നമ്മുടെ റിസോർട്ടിൻ്റെ വ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അടിപൊളി വ്യൂ ആണ്. ഇനി വൈകുന്നേരമാണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ, കാരണം നമ്മുടെ ആമോസിൻ്റെ ബർത്ത്ഡേ ഇന്നാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നൈറ്റ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. ആമോസിൻ്റെ ആ കോസ്റ്റ്യൂം ഞാൻ കാണിച്ചു തരട്ടെ. ഇത് ഞാൻ പറഞ്ഞ് ഡിസൈൻ ചെയ്യിപ്പിച്ച കോസ്റ്റ്യൂമാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ആമോസിൻ്റെ പപ്പയുടെ ബർത്ത്ഡേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ദേ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചു. മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു, പക്ഷേ നല്ല രസമായിരുന്നു. ഞങ്ങളുടെ ഇടയിലും ഡ്രസ്സ് ഒരുപോലത്തെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നീ നല്ല അടിപൊളിയായിട്ട് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭയങ്കര ഡാൻസും കാര്യങ്ങളുണ്ടായിരുന്നു, പിന്നെ ഗെയിംസ് ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു മഴയുള്ളതുകൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു കേട്ടോ. 10 മണി വരെയാണ് നമുക്ക് പ്രോഗ്രാം അലൗഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം തൊട്ടടുത്ത് വീഡിയോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറേ ടൈമൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാവരും പിന്നെ ഇതാ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. ഡിന്നറും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇതായിരിക്കുന്ന ഫണ്ണി ഗെയിംസൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വ്ളോഗ് നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിലുണ്ട്, നിങ്ങൾക്ക് ഈ ഗെയിം കാണണമെങ്കിൽ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാം. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരു വീഡിയോയിൽ തന്നെ ആക്കുന്നില്ല, കാരണം ഒരുപാട് ലെങ്തി ആവും വീഡിയോസ്. പിന്നെ അതുപോലെ നല്ല രസമുള്ള ഗെയിമുകളായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഡിന്നറിന് നമുക്ക് ചപ്പാത്തി, പൊറോട്ട, ചിക്കൻ കറി, പോർക്ക് കറിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. അങ്ങനെ രാവിലെ ആയി. ബ്രേക്ക്ഫാസ്റ്റ് ദോശ, അതുപോലെ തന്നെ പുട്ട്, പിന്നെ കറികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയി. നമ്മൾ ഇന്ന് വെക്കേറ്റ് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ, ചെക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ചു. നമ്മൾ എല്ലാ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. നമ്മൾ ഇറങ്ങുകയാണ് നമ്മുടെ റിസോർട്ടിൽ നിന്ന്. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മൾ എവിടെയും കറങ്ങണമെന്നില്ല, കാരണം ഇതാണ് നമ്മുടെ അവിടെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തു തന്നവർ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വയനാട് ഒരുപാട് തവണ വന്നിട്ടുണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇനി 2 ദിവസം ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇങ്ങനെയാണ് നമ്മുടെ മൊത്തത്തിൽ റിസോർട്ട് ഉണ്ടായിരുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ബാഡെന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയും, നമ്മുടെ സ്ഥലം വരുന്നത് ചൂണ്ടയിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് വയനാടിന് അധികം ഉള്ളേരിയയിലേക്ക് പോകണ്ട, നമ്മുടെ ടൗൺ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മുടെ റിസോർട്ടിൻ്റെ പേര് ഇല്ലെന്നാണ് കേട്ടോ. നമ്മൾ ട്രാവലറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്, കാരണം ആൻറ്റി ഫാമിലിയൊക്കെ ഉള്ള കാരണം എല്ലാവരും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ട്രാവലറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ നമുക്ക് അടിപൊളി കോടയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മറ്റൊരു വ്ളോഗായിട്ട് ചെയ്യാം. എല്ലാം കൂടി ആകുമ്പോൾ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അങ്ങനെ ഗായ്സ് നമ്മളിതാ ഈ റിസോർട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ബർത്ത്ഡേയുടെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, കണ്ടില്ലെങ്കിൽ ഞാൻ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കാം. അപ്പൊ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പൊ ഈ 2 days നമ്മൾ അടിച്ചു പൊളിച്ചു. അതായത് നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോവാണ്. സോ അത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സോ നിങ്ങൾക്ക് ഒരു കോൺടാക്ട് ചെയ്യണമെങ്കിൽ താഴെ കണ്ട വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മതി. അപ്പൊ അത്രയുള്ളൂ. ടാറ്റാ.